ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടിയെത്തുന്നത് എന്താണ്? തീർച്ചയായിട്ടും അതിന്റെ പോസ്റ്റർ തന്നെ. അതിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന മനോഹരമായ പോസ്റ്റർ. 200-ലധികം പഴയ ചലച്ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ റീക്രിയേറ്റ് ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു വ്യക്തി ഇന്ന് എന്റെ ഒപ്പമുണ്ട്. ഈ പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയും ഒരേ ഒരു വ്യക്തിയും അദ്ദേഹം തന്നെയാണ്. നമുക്ക് പരിചയപ്പെടാം. ശ്രീ ലൈനോജ് സർ. സർ, വെൽക്കം ടു അവർ ഷോ. ഈ പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആശയം എങ്ങനെയാണ് ഉണ്ടായത്? അത് തമ്പ് എന്ന് പറഞ്ഞ സിനിമ ജി അരവിന്ദൻ സാർ ഡയറക്ട് ചെയ്തിരുന്ന തമ്പ് എന്നൊരു സിനിമ കാൻസ് ഫെസ്റ്റിവലിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നു. റീമാസ്റ്റേർഡ് വെർഷനാണ് ആ പ്രദർശനത്തിന് വയ്ക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനൊരു പോസ്റ്റർ ചെയ്യാമെന്ന് കരുതി തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഞാൻ അതിനെ കളറാക്കി പ്രസന്റ് ചെയ്തു. പല ഗ്രൂപ്പുകളിലും ഞാൻ അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പലയിടത്തുനിന്നും നല്ല റെസ്പോൺസ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് അടുത്തൊരു വർക്ക് നിർമാല്യത്തിൻ്റെ ചെയ്യുന്നത്. നിർമാല്യത്തിനും ഇതുപോലെ പ്രോത്സാഹനം കിട്ടിയപ്പോഴാണ് ഇത് തുടർന്ന് പോകാം എന്നുള്ളൊരു ആലോചന എനിക്ക് വന്നത്. അങ്ങനെയാണ് ഇപ്പൊ ഈ 200-ലധികം പോസ്റ്ററിലേക്ക് എത്തിയത്. ഇങ്ങനെ പോസ്റ്ററുകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? ആ സിനിമയോട് ഉള്ള ഒരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? ആരാണ് ഈ ഒരു കഴിവിനെ കണ്ടെത്തി വളർത്തിയെടുത്തത്? അത് സ്വയം തോന്നുകയായിരുന്നോ? അത് സിനിമ ഇപ്പൊ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും. എല്ലാ വെള്ളിയാഴ്ചയൊക്കെ അവിടുത്തെ ഒരു ഓലമഞ്ഞ തിയേറ്ററിൽ എല്ലാ വെള്ളിയാഴ്ചയും പോകുമായിരുന്നു. അപ്പോൾ സിനിമയോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ പോസ്റ്ററൊക്കെ നമ്മൾ അന്ന് തുടങ്ങി നോക്കും, ശ്രദ്ധിക്കുമായിരുന്നു. ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് അന്നൊന്നും വിചാരിച്ചില്ല ഞാൻ ഇതിനൊരു പോസ്റ്റർ ഡിസൈനർ ആകുന്നൊന്നും ഞാൻ അന്ന് കരുതിയിരുന്ന ഒരാളെ അല്ല. പിന്നീട് ഞാൻ ഈ ചെറുതായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. കുഞ്ഞായിരിക്കും ചെറുതായിട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അന്ന് ടൈപ്പോഗ്രഫി ഒക്കെ ചെയ്ത് കാണുമ്പോൾ കൂട്ടുകാരന്മാർ ഇത് കൊള്ളാലോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ചെയ്തത് ഇപ്പൊ ഞാനൊരു പോസ്റ്റർ ഡിസൈനർ ആകുമ്പോൾ അത് ഞാൻ ഓർത്തെടുക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ റീക്രിയേറ്റ് ചെയ്ത പോസ്റ്ററുകളില് ഇനിയും തിയേറ്ററിൽ വരണം എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും സിനിമയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ പോസ്റ്ററുകളും ചെയ്യുന്നത് റീക്രിയേറ്റഡ് വെർഷൻ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്, അല്ലെ റീമാസ്റ്റേർഡ് വെർഷൻ വരണമെന്ന് ആഗ്രഹിച്ച ഒത്തിരി സിനിമകളുടെ പോസ്റ്ററുകളാണ് ഞാൻ ചെയ്യുന്നത്. വൈശാലിയൊക്കെ എത്ര മനോഹരമായ പടമാണ്. അപ്പൊ അതിന്റെ ഒരു തിയേറ്റർ വർഷമൊക്കെ ആലോചിച്ച് നോക്കി. അതെ 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 അതെ. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ വരണം. നമ്മുടെ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ഇപ്പൊ എത്രയോ ടെക്നോളജീസ് ആണ് റീമാസ്റ്റേർഡ് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ സൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അല്ലെ, തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് പഴയ സിനിമകള് അത് ഭയങ്കര. അതെ അതെ. ഇന്നത്തെ പോലും സൗകര്യമില്ലാത്ത ഒരു സമയത്ത് അന്നത്തെ ആ ഒരു തിരക്കഥയാണെങ്കിലും അതിന്റെ വിഷ്വൽസ് ആണെങ്കിലും ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും അമേസിംഗ് ആണ് അല്ലെ? അതെ 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 അതെ. പത്മനാഭൻ സാറിന്റെ സിനിമകൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമാണ്. ഇപ്പൊ ഞാൻ ഗന്ധർവൻ സിനിമയൊക്കെ ആണെങ്കിലും അതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയായിരിക്കും ഇപ്പോഴത്തെ തിയേറ്ററിലേക്ക് വരുമ്പോൾ. അപ്പോ അതൊക്കെയാണ് നമ്മള് ചെയ്യുന്ന സമയത്ത് ആഗ്രഹിച്ചു പോവാറുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഈ സിനിമകളൊക്കെ റീമാസ്റ്റേർഡ് വന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യാനായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആവുന്നത്. അപ്പൊ ഇപ്പോ ദേവദൂതൻ സിനിമ ഒക്കെ അറിയാലോ. ഇപ്പൊ ദേവദൂതൻ സിനിമയുടെ പോസ്റ്റർ ഡിസൈനർ ആയിട്ടാണ് എന്നെ ഒഫീഷ്യലായിട്ട് വച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ കരുതുന്നത് അത് എന്നിലേക്ക്, അത് എനിക്ക് വേണ്ടി റീമാസ്റ്റേർഡ് വർഷം വന്ന പോലെ. ദേവദൂതൻ സിനിമയുടെ ആ ഒരു പോസ്റ്റർ റീവർക്ക് സിയാദ് കോക്കർ സാറിന്റെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത ഫാൻ മെയ്ഡ് പോസ്റ്റർ. അപ്പൊ അത് കണ്ടിട്ട് എന്നെ വിളിക്കുന്നേ. അപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാല് സാറിന്റെ ഓഫീസിൽ ചെന്നപ്പോ പോസ്റ്റർ കാണുന്നതിലപ്പുറം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പോസ്റ്റർ ഡിസൈൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഫാനായി. ഇതിലും വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? അതെ, നമ്മളുടെ കാലഘട്ടത്തിലൊക്കെ എന്താ പറയാ, സിനിമ ഒക്കെ കാണുമ്പോൾ കോക്കേഴ്സ് ഫിലിംസ് അതില് നമ്മളുടെ ഒരു ഭാഗമാവാൻ പറ്റിയ കോക്കേഴ്സ് ഫിലിംസ് സാറിന്റെ തന്നെ വായനത് ഇങ്ങനെ കേൾക്കാന്നൊക്കെ പറയണത് അയ്യോ, അത് നേരിട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അത് അപ്പൊ ആ സിനിമ ഇപ്പൊ ദേവദൂതൻ സിനിമ നിങ്ങൾ തന്നെ ചെയ്യാൻ പോകുന്നേ എന്നുകൂടി പറയുന്നത് കേൾക്കുമ്പോ ഇതിലും വലിയ ഒരു ഭാഗ്യം വേറെ എന്താ ഉള്ളത്? ദേവദൂതൻ എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു ദൂതന്റെ കയ്യൊപ്പ്. അതെ 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 അതെ. ഞാന് നേരത്തെ പറഞ്ഞ പോലെ സിനിമ പോസ്റ്ററുകൾ ചെയ്യുന്നത് റീമാസ്റ്റേർഡ് വർഷം വരാൻ വേണ്ടി ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ്. അപ്പോ നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ നമ്മളിലേക്ക് തന്നെ വരുമ്പോ അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ ആ സിനിമയുടെ തന്നെ ഒരു വാക്കുണ്ടല്ലോ, ആ ക്യാപ്ഷൻ പോലെ തന്നെ അല്ലേ, ഒരു ദേവദൂതന്റെ കയ്യൊപ്പ്. അതെ 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 തീർച്ചയായിട്ടും. ഓരോ സിനിമകളും നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്തെ അതൊരു
ദൈവികമായ അനുഗ്രഹം തന്നെയാണ്. അപ്പൊ ആ ഒരു ദൈവികമായ കയ്യൊപ്പ് ദേവദൂതൻ സിനിമയിലൂടെ തന്നെ വീണ്ടും വരുമ്പോഴേ അതെ അതെ ഇപ്പൊ അത് എനിക്ക് വേണ്ടി വീണ്ടും റീമാസ്റ്റേർഡ് വരുന്ന പോലെയായി പോയി ഞാൻ ഓക്കെ. ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ആ ഒരു ക്യാപ്ഷൻ പോലെ തന്നെ. somebody want to say something to അതെ someone. അതെ 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 അതേപോലെ തന്നെയാണ് അതെ, ആർക്കോ ആരോടോ എന്തൊക്കെയോ പറയാനുണ്ട്. പറയാനുണ്ട്. അതുപോലെ സാറിനും പല കാര്യങ്ങളും പറയാനുണ്ട്. അല്ലെ ദേവദൂതനെ അതാണ് ഞാനിപ്പോൾ പറ്റിയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അത് കേൾക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ദേവദൂതൻ സിനിമ പോസ്റ്റർ കണ്ടതിന് ശേഷം സിനിമാ ഫീൽഡിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? സിനിമ പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിളിച്ചിട്ടില്ല സത്യത്തില്. പക്ഷെ ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞും ഒത്തിരി ആളുകൾ അപ്രിസിയേഷൻ നൽകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. അതെ, ഒരാള് തന്നെ തീർച്ചയായിട്ടും. തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ചേട്ടന്റെ പോസ്റ്റർ കണ്ടിട്ട് അതെങ്ങനെയാ ചേട്ടാ ചെയ്യുന്നേ, ഭയങ്കര അതിന്റെ PSD ഫയലൊക്കെ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അതായത് ഒരുപാട് ആളുകള് പോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫീല് മനസ്സിലാക്കിയിട്ട് ഇത് കൊള്ളാം എന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു റിസൾട്ട് കിട്ടുമ്പോഴേ അതെ അവിടെയുള്ള ഏറ്റവും വലിയ സന്തോഷം. അതെ അപ്പൊ ഒത്തിരി പേര് വിളിച്ചില്ലേലും ഇങ്ങനെ കുറച്ച് ആളുകൾ നമ്മൾ ചെയ്യുന്ന എഫർട്ടിന് മാനിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതെ പിന്നെ അതെ സർവോപരി സിയാദ് കോക്കർ സാറെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതെ 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 അത് തന്നെയല്ലേ വലിയ കാര്യം. തീർച്ചയായിട്ടും. സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഇപ്പോൾ കൂടുതൽ ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതുകൊണ്ട് തന്നെ എന്താ പറയാ, സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരെ പോലെ തന്നെ അംഗീകാരം അധികം ലഭിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ പോസ്റ്റർ തീർച്ചയായിട്ടും ഡിസൈനേഴ്സ്? തീർച്ചയായിട്ടും ഞാനത് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമ പോസ്റ്റർമാർക്ക് കാരണം ഞാൻ പറയാൻ ഒരു സ്പേസ് കിട്ടിയത് ഞാൻ വഴക്ക് എന്ന സിനിമയുടെ ഒരു ഭാഗമായപ്പോഴാണ്. വഴക്ക് സിനിമയ്ക്ക് സംസ്ഥാന തലത്തില് അവാർഡുകൾ ഒരു 3-4 അവാർഡുകൾ, നല്ല മികച്ച ബാലതാരത്തിനും നല്ല ഛായാഗ്രഹകനും അതുപോലെ നല്ല വിഷ്വൽ എഫക്ട്സ് DI എന്നിവർക്കൊക്കെ അവാർഡ് കിട്ടിയായിരുന്നു. അപ്പൊ ആ ഒരു കൂട്ടത്തില് ഞാൻ ചെയ്ത പോസ്റ്ററും എല്ലാം വെച്ച് മറ്റുള്ള അവാർഡിന് പരിഗണിച്ചിട്ടുള്ള സിനിമകൾ വെച്ചിട്ടൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ അവാർഡുകളൊക്കെ കിട്ടുന്നെങ്കിൽ പോസ്റ്റർ ഡിസൈനർമാർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ തീർച്ചയായിട്ടും. എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ ചോദ്യം കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മുടെ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഡിസൈനർമാരെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യകത തന്നെയാണ് നല്ലൊരു പോസ്റ്റർ ഡിസൈനർക്കുള്ള അവാർഡ്. അത് എനിക്ക് കിട്ടാൻ വേണ്ടി പറയണതല്ല, മറ്റുള്ളവർക്ക്, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ നേടിയെടുക്കുമ്പോഴല്ലേ അതിനൊരു സുഖമുള്ളൂ. ഞാൻ അതെ. എന്നിട്ട് സിനിമാ മന്ത്രിക്ക് വരെ ഉം. ഞാൻ കത്തെഴുതി ആവശ്യം നിവേദനം പോലെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അതിപ്പോ നല്ല ചവിറ്റുകുട്ടിയിലേക്കായിരിക്കും സ്ഥാനം. തീർച്ചയായിട്ടും. ഒരു സിനിമ കാണാൻ പോകുന്നത് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം. അങ്ങനെ പോസ്റ്ററുകൾ കണ്ടിട്ടാണ് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകർഷണീയത അല്ലെ അതെ അതെ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. തീർച്ചയായും. അപ്പോ ഒരു പോസ്റ്റർ ഡിസൈനർ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ അതെ ഒരു സിനിമയുടെ വിജയത്തിന്റെ പിന്നിലും അതില് ഡിസൈനേഴ്സിനുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ്. അതെ അത് അതെ അതെ. അതിനെ കുറിച്ച് ഇപ്പൊ സാറിന്റെ അഭിപ്രായം എന്താണ്? ശരിക്കും നമ്മള് പുറമെ ഈ ഭിത്തികളിലൊക്കെ ഒട്ടിച്ച് അല്ലെങ്കിൽ ഈ യാത്രയൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ ശരിക്കും പണ്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ സിനിമകളെ ഇത് കാണണം Yes. എന്ന് വിചാരിച്ച പോസ്റ്റർ കണ്ടിട്ടല്ലേ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ തുടക്ക സമയത്ത് ഡിസൈനർമാരുടെ ഒരു സഹായമില്ലാതെ ഒരു പോസ്റ്റർ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തുന്നത് അല്ലെ? ഒരു സിനിമയുടെ പബ്ലിസിറ്റി ഒഴിവാക്കിയിട്ട് സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ കാണുമോ? തീർച്ചയായിട്ടും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. സിനിമ കാണാൻ ആളില്ല. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ടൈറ്റിലുകൾ ആളുകൾക്ക് കൃത്യമായിട്ട് അതെ കിട്ടണം. അതെ തീർച്ചയായിട്ടും. ഡിസൈന് ആരൊക്കെയാണ് എന്തൊക്കെയാണ് സിനിമയിൽ എന്നുള്ളത് കൃത്യമായിട്ടൊരു വ്യക്തത ആ പോസ്റ്ററുകളിലൂടെ, അല്ലെങ്കിൽ ആ പോസ്റ്റർ ഒരു കഥ പറയുന്നതായിരിക്കണം. ആ അതെ സിനിമയുടെ ഒരു കഥ പറയുന്ന പോസ്റ്റർ ആയിരിക്കണം. ഇപ്പോഴത്തെ പോസ്റ്ററുകൾ എനിക്കറിയില്ല കഥ ഇങ്ങനെ പറയുന്നുണ്ടോ. പണ്ടത്തെ സിനിമകളൊക്കെ പോസ്റ്റർ നമുക്ക് ആ കഥ ഏകദേശം കഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിലപ്പോ നമ്മൾ തന്നെ അല്ലെ ഒരു അതെ മാനൊക്കെ ആ ചെയ്ത് ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്ന പോസ്റ്ററിലൂടെ നമുക്ക് അതെ വ്യക്തമാവാനായിട്ട് അതെ സാധിക്കും. ശരിക്കും ഒരു വ്യക്തത കൊടുക്കേണ്ട ഒരു അതെ ഉത്തരവാദിത്തം ഡിസൈനർമാർക്കുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ തന്നെ ദേവദൂതൻ സിനിമ പഴയ സിനിമകളുടെ അന്ന് എടുത്ത പോസ്റ്ററിന്റെ അല്ലെങ്കിൽ പോസ്റ്റർ മേക്ക് ചെയ്യാൻ വച്ചിട്ടുള്ള സിനിമകളുടെ സ്റ്റിൽസ് ഒന്നും ഇന്നില്ല. അതെ ശരിയല്ലേ? നമ്മൾ തീർച്ചയായിട്ടും. സ്ക്രീൻഷോട്ടിൽ നിന്നാണ് ദേവദൂതൻ സിനിമയുടെ പോസ്റ്ററുകളെല്ലാം മേക്ക് ചെയ്യുന്നത്. അതെ അതെ അപ്പോൾ ഓൺലൈൻ വഴി മേക്ക് ചെയ്യുന്നതും പ്രിന്റഡ് ക്വാളിറ്റിയിലേക്ക് വരുന്നതും രണ്ടാണ്. ഓൺലൈൻ വഴി നമുക്ക് ക്വാളിറ്റി മിസ് ഔട്ട് ആയാലും പ്രശ്നമില്ല. പക്ഷെ പ്രിന്റഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ആ സ്ക്രീൻഷോട്ടിന് അത്രയും നല്ല ഹ്യൂജ് അല്ലെ എൻഹാൻസ് രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. ദേവദൂതൻ സിനിമ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ പ്രിന്റഡ് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്രത്തോളം കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ടാണ് തീർച്ചയായിട്ടും. അത് കാണിക്കുന്നത്.
അതെ. അത് എവിടെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും. ദേവദൂതൻ എന്ന് പറയുമ്പോ തന്നെ മനസ്സിലേക്ക് ഓടി വരുന്ന 3 പേരുകളാണ്. മറ്റ് ആരെയും ഓർമ്മ വരുന്നില്ല എന്നുള്ളതല്ല. ലാലേട്ടൻ, സിബ് സാറ്, വിദ്യാജി അല്ലെ? ഓക്കെ ഓക്കെ. അപ്പോ ഇനിയിപ്പോ അവരെ കുറിച്ച് പറയാനായിട്ട് എന്താണ് തോന്നുന്നത്? കാരണം അവര് ഈ പോസ്റ്റർ കണ്ടിരുന്നോ? ഉം. തീർച്ചയായിട്ടും സിനിമ ലാലേട്ടനിലൂടെ അല്ലേ ഈ പോസ്റ്റർ തന്നെ അതെ. ആദ്യം വിടുന്നത്. അപ്പൊ ആ പോസ്റ്റർ എത്രയോ ആളുകളിലേക്കാണ് ആ പോസ്റ്റർ ചെയ്യുന്നത്. വിദ്യാജി സാറാണെങ്കിലും ഞാൻ ചെയ്ത പോസ്റ്ററാണ് ആദ്യം ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നത്. അതെ. അപ്പോ എല്ലാവർക്കും ചിലപ്പോൾ അവർക്കറിയില്ലായിരിക്കും ഞാൻ ആണ് ചെയ്തത് എന്നുള്ളത്. കാരണം അവരുടെ മുമ്പിൽ ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് അവരെ കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച സിനിമ തീർച്ചയായിട്ടും റിലീസ് ആവുകയാണല്ലോ. അന്ന് എനിക്ക് കാണാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. ഈ സിനിമ എഴുതി കാണിക്കുമ്പോ തന്നെ ലാലേട്ടന്റെ ഒരു ഡയലോഗ് ഉണ്ട്, കമോൺ കമോൺ ക്യാമറ റോൾ ഓൺ, അല്ലെ? ഓർക്കസ്ട്ര അതെ കോച്ചസ്. അതെ അതെ. അപ്പോ അത് എഴുതി തുടങ്ങുന്നത് മുതല് ആ ദേവദൂതൻ എന്നുള്ള ആ ഒരു ദേവദൂതനായിട്ട് വരുന്ന ആ ഒരു മ്യൂസിക്കിനെ കുറിച്ച്, വിദ്യാജിയുടെ മ്യൂസിക്കിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഒരു ഡിസൈനർ ആയിട്ടുള്ള ഒരാള് മ്യൂസിക്കിനെ കുറിച്ച് വിലയിരുത്താൻ എങ്ങനെ പറ്റുക? ഒരു കാരണം കേൾവിക്കാരനായിട്ട് നോക്കുമ്പോൾ ബ്രില്യൻ മ്യൂസിക് അല്ലേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വിദ്യാജി സാറിന്റെ ഒക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കമ്പോസിങ് ആയിരിക്കും അതെ. ഈ ഒരു സിനിമയുടേത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലുള്ള ഒരു സന്തോഷമാണ് എനിക്ക്. കാരണം സിബി മലയിൽ സാറിന്റെ ഏറ്റവും ക്ലാസിക് വർക്കുള്ള ഒന്നാണ് ഈ ദേവദൂതൻ. ആഹ് ആ ദേവദൂതന്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും എക്സൈറ്റ്മെന്റ് വിട്ടിട്ടില്ല. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. എല്ലാം ദൈവാനുഗ്രഹമാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതൊരു ഭാഗ്യത്തിന്റെ വിഷയമല്ല, ഹാർഡ് വർക്കിന്റെയും പ്രത്യേകിച്ച് എന്താ പറയാ, നമ്മളൊരു ആഗ്രഹം ഉണ്ടല്ലോ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പോസ്റ്ററുകൾ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ദൈവകൃപയിൽ സംഭവിച്ചുകൊണ്ടാണ് ഇപ്പൊ ലാലേട്ടന്റെ സിനിമയുടെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ സിനിമയുടെ ഒക്കെ കിട്ടിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുന്നത് പരം വേറെ എന്താ ഉള്ളേ? എന്താ ആ ഉള്ളത്? പിന്നെ എല്ലാവരുടെയും ക്ലാസിക് അല്ലെ? അതെ സിബി അതെ സാറിന് നല്ല ക്ലാസിക് വർക്ക്, വിദ്യാജിയുടെ നല്ല ക്ലാസിക് വർക്ക്, ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ ലാലേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് അതെ. ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയില് ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ചില സിനിമകളിൽ മാത്രാണ് ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോഴോ നമുക്ക് എല്ലാവരെയും ഓർമ്മ വരുന്നത്. അതുപോലെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ എന്താ പറയാൻ അർഹൻ എന്ന് ചോദിക്കുമ്പോ, ആ പാട്ടിന്റെ ആ 7 ബെൽസ് അല്ലെ? അതെ അതെ എന്തൊരു അതെ മഹാനും അതെ 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 ബാവലും അത് തുടങ്ങുമ്പോ തന്നെ നമുക്ക് ആ മ്യൂസിക് ഡയറക്ടർ മാത്രല്ല, ആ അതെ അതെ സിനിമയുടെ ഉള്ളിൽ പ്രവർത്തിച്ച അതെ എല്ലാവരും അതെ. ഓർമ്മ വരും. ആ ബെൽസ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലും കൊടുത്തിരിക്കുന്നത്. അതെ അതെ. ആ ഒരു തീർച്ചയായിട്ടും. മ്യൂസിക്കിന്റെ പ്രാധാന്യം അത്രത്തോളം നമ്മളിൽ തന്നെ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ അപ്പോ തീർച്ചയായിട്ടും ഈ മണി ഒഴിവാക്കാൻ പറ്റുന്നല്ലോ ഈ പോസ്റ്ററിൽ. അതെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മൾ മണി വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ. അപ്പോ മ്യൂസിക്കുമായിട്ട് എനിക്ക് അങ്ങനെ റിലേറ്റഡ് ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 മ്യൂസിക് ആൽബം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. Right. ഒന്ന് അഞ്ജു ജോസഫ് പാടിയ ഓണത്തിന് ഇറക്കിയ ഒരു ഓണ ആൽബം ആയിരുന്നു. അപ്പൊ അത് അത്യാവശ്യം അപ്രിസിയേഷൻ കിട്ടിയ ഒരു ആൽബം കൂടിയായിരുന്നു. Okay. പിന്നെ രണ്ടാമത് ജാസി ഗിഫ്റ്റ് ആയിരുന്നു രണ്ടാമത്തെ ആൽബത്തിലുണ്ടായ. ആദ്യത്തെ പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് രണ്ടാമത്തെ ആൽബം ചെയ്യുന്നത്. അപ്പൊ മ്യൂസിക്കായിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ബന്ധം കൂടി ഉണ്ട്. ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞു വന്നപ്പോ ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ. കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങക്ക് അറിയുമ്പോ അതെ അതെ അല്ലെ? അതെ അതെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ അതെ അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും അത്. അതെ. സാറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു അഭിമുഖം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ പല സോഷ്യൽ മീഡിയാസ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. എന്താണ് പുനർജനിക്കുന്ന പോസ്റ്ററുകൾ പോസ്റ്ററുകൾ. അല്ലെ? അതെ 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 അതെ. അതെന്താണ് ശരിക്കും അത് വ്യക്തമാക്കുന്നത്? ഇതൊന്ന് പറഞ്ഞുതരാമോ? ചലച്ചിത്ര സമീക്ഷ. ഈ ചലച്ചിത്ര സമീക്ഷ എന്ന് പറഞ്ഞാല് കേരള ചലച്ചിത്ര അക്കാദമിയുടെ മാസികയാണ്. അപ്പൊ ജൂലൈ മാസമാണ്, കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ് എന്നെ കുറിച്ച് ഒരു ലേഖനം വന്നത്. Okay. അപ്പോ പുനർജനിക്കുന്ന പോസ്റ്ററുകൾ എന്നൊരു തലക്കെട്ടില് ഞാൻ ചെയ്ത പോസ്റ്ററുകളൊക്കെ വച്ചിട്ടാണ് ആ മാസികയുടെ അന്നത്തെ മാസം കവർ പേജ് ആയിട്ട് വന്നത്. ഓ, അപ്പൊ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തപ്പോ കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെ? കണ്ടിട്ടുണ്ടായിരിക്കുക. ഓക്കെ ഓക്കെ. സാർ ആദ്യമായിട്ട് ചെയ്ത ഒരു ഡിസൈനിങ് വർക്ക് ഏതാണ്? പ്രൊജക്ട് ഏതാണ്? ഞാൻ ആദ്യം ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ലക്ഷ്മി എന്ന് പറഞ്ഞ പടം. പക്ഷെ ലക്ഷ്മി എന്ന് പറഞ്ഞ പടം കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, നമ്മള് തുടക്കം ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോവാം.
നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ടാണല്ലോ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പടം, ശ്രദ്ധിക്കപ്പെടാന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമുണ്ട്. അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് KSFDC, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അവരെടുത്തൊരു പടമുണ്ട്, ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട്. മിനി IG ആയിരുന്നു അതിന്റെ ഡയറക്ടർ, മിനി ചേച്ചി ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഡിസൈനർ ആവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് KSFDCയുടെ ഇപ്പോഴും എൻ്റെ കയ്യിൽ അവരുടെ ഒരു പുരസ്കാരം ഇരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായതുകൊണ്ട് അതൊരു ഹിസ്റ്ററി ആണല്ലോ. അപ്പൊ ആ ഹിസ്റ്ററിയുടെ ഭാഗം പറ്റി. തീർച്ചയായിട്ടും ഇപ്പൊ കൂടുതലും ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന അല്ലെ, അതെ 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 സൊസൈറ്റിയില് സ്ത്രീകൾക്ക് അതെ എത്രയും നമുക്ക് അവൈലബിൾ ആണ്. അതെ അതെ അപ്പൊ ആ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളും കൂടെ ചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതൊരു വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ആദ്യം വരുന്നതാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അല്ലെ. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കിട്ടുന്നത് സാറിന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി എന്തായിരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനോ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടാൻ വേണ്ടി ചെയ്തതല്ല പോസ്റ്ററുകൾ. സിനിമയുടെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്ത് 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 ഒത്തിരി ആയപ്പോൾ പലരും പറഞ്ഞു റെക്കോർഡിനൊന്ന് ശ്രമിച്ചുകൂടെയെന്ന്. വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ചേച്ചി, എനിക്കൊരു ചേച്ചി ഉണ്ട്, അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്കൊന്ന് ശ്രമിച്ചാൽ കിട്ടാൻ സാധ്യത ഉണ്ടൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹന ഫലമായിട്ടാണ് കൂട്ടുകാരന്മാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുന്നുള്ളൊരു പിന്തുണ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനൊരു കാറ്റഗറിയിൽ ആരും വന്നിട്ടില്ല. ബുക്ക് റെക്കോർഡ്സ് കിട്ടുന്ന ഒരു ഡിസൈനർ ഞാനായിരിക്കും ആക്ച്വലി. അപ്പോൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു റെക്കോർഡാണ് തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ. അപ്പോൾ അതിന് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത്, ഇപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ നമ്മുടെ ഡിസൈൻസ് എല്ലാം കണ്ടു. ഇപ്പൊ നിങ്ങൾ തന്നെയാണെങ്കിലും അന്വേഷിച്ച് വന്നില്ലേ, എന്നിപ്പോ എന്നോട് സംസാരിക്കുന്നില്ലേ. അപ്പൊ എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വഴിയാണ്. അപ്പോ ഇതല്ലേ അംഗീകാരങ്ങൾ. സിനിമാ മേഖലയിൽ നിന്ന് നമ്മള് എത്ര പേര് വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ വിളിച്ച അപ്രിസിയേഷൻ തന്നിട്ടില്ല. പക്ഷെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു റെക്കോർഡ് കൂടിയാണ് ഞാനത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ കൂടുതൽ അവാർഡിനേക്കാളും കൂടുതൽ നമ്മൾ ജനകീയമാകുക അല്ലെ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, അത് തന്നെയാണല്ലോ സാറിനെ ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞപ്പോഴാണ് ഒത്തിരി പേര് ഈ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്തെ അവർക്ക് നല്ല ക്വാളിറ്റി പോസ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെയോ അല്ലെങ്കിൽ വേറെ അരവിന്ദൻ സാറിന്റെ ഒക്കെ സിനിമകളൊക്കെ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് ക്വാളിറ്റി പോസ്റ്ററുകൾ കിട്ടാൻ വേണ്ടി എന്നെ വിളിക്കുന്ന ഒരു അനുഭവം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇഷ്ടമാണല്ലോ, ഇപ്പൊ ഇങ്ങനെ ഒരാൾ ചെയ്യാനുള്ളത് കൊണ്ടാണ് എന്നുള്ളൊരു അറിവ് അവർക്കുള്ളത് കൊണ്ട് ആണല്ലോ എൻ്റെ അടുത്ത് വന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊക്കെയാണ് എനിക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ. അന്നത്തെ സമകാലീനർ തന്നെയായിരുന്നല്ലോ സാബു കൊളോണിയ, ഗായത്രി, അവരുടെ പോസ്റ്റേഴ്സ്. അവരൊക്കെ എങ്ങനെയാണ് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? അവരൊക്കെ ഇൻഫ്ലുവൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ പോസ്റ്ററുകൾ കണ്ടിട്ടാണല്ലോ, നമ്മൾ കണ്ട് ശീലിച്ചാണല്ലോ സിനിമ കാണുന്നത്. അപ്പൊ ആ പോസ്റ്ററുകൾ എപ്പോഴും മനസ്സിലുണ്ട്. അപ്പൊ മനസ്സിൽ കയറണം പോസ്റ്ററുകൾ അല്ലേ. അവർക്ക് അത് സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ വലിയ കലാകാരന്മാരല്ലേ. അവരൊക്കെ വരച്ച് അന്നത്തെ കാലത്ത്, ഇന്നിപ്പോ ഡിസൈൻ ചെയ്യാൻ എളുപ്പമല്ലേ. ഇപ്പൊ ഓൺലൈൻ ഡിസൈൻസ് ഒക്കെ എത്ര പേരാണ് ദേവദൂതന്റെ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെയുള്ളവര്. പണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അത് വരച്ച് തന്നെ ചെയ്യണം. അപ്പൊ അവര് പ്രഗത്ഭന്മാരാണ്. ഗായത്രി അശോക് സാറാണ് ദേവദൂതന്റെ ഡിസൈനർ. അപ്പോ ഗായത്രി അശോക് സാറിനെയൊക്കെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പോസ്റ്റർ വർക്ക് കൊണ്ട് മറ്റുള്ളവർ അത് അറിയുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, അത് തന്നെയല്ലേ നമ്മുടെ സുഖം. അങ്ങനെ വേണം. ഡിസൈനർമാരെ അറിയണം, നാലാൾ അറിയണം ആരാ ചെയ്തതെന്നുള്ളത് കൃത്യമായിട്ടൊരു ബോധം ഇപ്പൊ ആളുകൾക്ക് ഉണ്ട്. സത്യം പറഞ്ഞാല് ആ ബോധം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. സാർ, അതുപോലെ ഒരു സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ കിട്ടിയാല് ഡിസൈനേഴ്സ് എവിടെയാണ് ആ പോസ്റ്റർ ഷോക്കേസ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. കാരണം ഷോക്കേസ് ചെയ്യപ്പെടേണ്ടത് അത് ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ശരിക്കും. അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിൽ വന്നാലാണ് ആ സിനിമ എന്താണ് എന്നറിയാൻ വേണ്ടിയാണെങ്കിലും ആ സിനിമയ്ക്ക് കാണാനുള്ള ഒരു പ്രചോദനമായിട്ട് അത് മാറുള്ളൂ. അപ്പോ ജനങ്ങളുടെ മനസ്സിൽ തന്നെയാണ് ഷോക്കേസ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ വേറെ എവിടെയാണ്. ഇപ്പോ ജനഹൃദയങ്ങളിൽ പോസ്റ്ററുകൾ ആദ്യമേ കയറണം, എന്നാലാണ് സിനിമ ആളുകളിലേക്ക് എത്തുള്ളൂ. പോസ്റ്റർ ഡിസൈനർമാർക്ക് അത്രയധികം പ്രാധാന്യം ഉണ്ട് സിനിമയിൽ. തീർച്ചയായിട്ടും അവര് തന്നെയാണ് ചൂണ്ടുപലകകൾ സിനിമയുടെ. തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസ്റ്റർ തന്നെയാണ്. പോസ്റ്റർ ഡിസൈനിങ് രംഗത്തേക്ക് വരാനിരിക്കുന്ന പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് പറയാനുള്ളത് സാറിന് അവരോട്? പുതിയ തലമുറയാണ്
ഒത്തിരി ഹാർഡ് വർക്ക് ഇടണം, ആത്മാർത്ഥത ഉണ്ടാവണം. ആരെങ്കിലും ഒരാൾ അതിനെ നിരുത്സാഹപ്പെടുത്താൻ നിന്നാൽ അതിനെല്ലാം മറികടന്ന് മുന്നോട്ട് വരണം. കാരണം ഒത്തിരി പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് മുന്നോട്ട് വരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. സിനിമയുടെ വലിയൊരു എന്താ പറയാ, ആ ഒരു ഫാന്റസി രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾ ആരും വരണ്ട. കാരണം ഇതൊരു ഹാർഡ് വർക്കിന്റെ ഒരു ഏരിയ ആണ്. അത്രയധികം പാഷൻ ഉള്ളവർ മാത്രമേ ഇതിനകത്ത് വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർ ഇത് ഇട്ടിട്ട് പോകും. Okay. ഞാൻ എത്രയോ നാളുകളായിട്ട് സിനിമയോടൊരു ഇഷ്ടം കൊണ്ട് പിടിച്ച് തൂങ്ങി നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മള് ആ ഒരു ജീവിത പ്രതിസന്ധികളിലൊക്കെ ഒരുപാട് സ്ട്രഗിൾസ്, അല്ല ജീവിത പ്രതിസന്ധിയൊക്കെ വരും, ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ വരും. പക്ഷെ അത് പിടിച്ചു നിൽക്കലാണ് ഒരു വിന്നർ ആവാനായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് എത്തുള്ളൂ. ഇപ്പോഴത്തെ പോസ്റ്ററുകൾ കാണുമ്പോൾ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അവർക്ക് ഹാർഡ് വർക്ക് കുറവാണെന്നോ എന്തെങ്കിലും സാറിന് അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടോ? പല ആളുകൾക്കും പോസ്റ്ററുകൾ ഇപ്പോഴത്തെ ട്രെൻഡിന്റെ അനുസരിച്ച് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്താണ് ട്രെൻഡ്? സിനിമയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ആ ഒരു സിനിമ എന്താണ് ആവശ്യപ്പെടുന്നത് അതല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ട്രെൻഡിന്റെ അനുസരിച്ച് പോയാൽ നമുക്ക് സിനിമയോട് കാണിക്കുന്ന ഒരു നീതികേടല്ലേ. അതെ. സിനിമ കഥ മനസ്സിലാക്കി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ട്രെൻഡ് തന്നെ വന്നോളും. സിനിമ പോസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫീലാണ് അല്ലേ. അതെ. പോസ്റ്റർ കാണുമ്പോൾ അത് ഫീൽ ചെയ്യണം, ജീവൻ ഉണ്ടാവണം. ആ ജീവൻ ഇല്ലാത്തടത്തോളം ആ പോസ്റ്റർ കൊണ്ട് ഒരു കാര്യമില്ല, കാലത്തെ അതിജീവിക്കില്ല. ഗായത്രി അശോക് സാറ്, ഇപ്പൊ സാബു കോളേന സാറിന്റെ ഒക്കെ കാര്യം പറഞ്ഞു നമ്മൾ ഇല്ലേ. അവരുടെയൊക്കെ പോസ്റ്ററുകൾ ഇപ്പോഴും കാണുമ്പോൾ ആളുകൾ ആ കൗതുകത്തോടെ നോക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു ജീവനുണ്ട് ഇല്ലേ. ഇപ്പോഴത്തെ പോസ്റ്റർ ഡിസൈനർമാർക്ക് ആ ജീവൻ നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഒരു ഡിസൈനറുടെ വാല്യൂ വരുന്നത്. അതല്ലെങ്കിൽ ഈ എന്താ പറയാ, പോസ്റ്റർ ഡിസൈനർമാർക്ക് എത്ര കൂട്ടായ്മ ഉണ്ടായിരുന്നാലും ഇങ്ങനൊരു ജീവൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് സാർ എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പൊ സാറ് സിനിമ കണ്ടിട്ടാണല്ലോ ഈ പോസ്റ്റേഴ്സ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഫിലിമിലൊക്കെ പോസ്റ്റേഴ്സ് ചെയ്യുന്നത് സിനിമ കണ്ടിട്ടാണോ അതോ കഥ കേട്ടിട്ടാണോ അങ്ങനെ ഒരു തോട്ട് വരുന്നത് എങ്ങനെയാണ്? അത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊരു നല്ല ചോദ്യമാണല്ലോ. സിനിമ ഞാനിപ്പോ പറഞ്ഞ പോലെ റീക്രിയേറ്റും പോസ്റ്ററുകളുടെ കാര്യത്തില് നമ്മൾ സിനിമ കണ്ടിട്ട് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വേണമല്ലോ സിനിമ പോസ്റ്ററുകൾ ചെയ്യാനായിട്ട്. നേരെ മറിച്ച് നമ്മൾ ഒരു സിനിമ പുതിയ രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കഥ അറിയാതെ ആട്ടം കാണുന്നതിനെ പോലെയാകും. പോസ്റ്റർ ഡിസൈനർ ശരിക്കും വ്യക്തമായിട്ട് ആ സിനിമയെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഡയറക്ടർ കൃത്യതയോടുകൂടി ഡിസൈനറുടെ അടുത്ത് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാവും. ഇന്ന രീതിയിലാണ് എൻ്റെ സിനിമയ്ക്ക് ഡിസൈൻ വരേണ്ടത് എന്ന് ഡയറക്ടർക്കൊരു തോട്ടുണ്ടാവും. അപ്പൊ ആ തോട്ട് ഷെയർ ചെയ്യും. അതിന് ഡിസൈനർ ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കും, നടന്മാർക്ക് വായിക്കാൻ കൊടുക്കുന്ന പോലെ ചിലർ സ്ക്രിപ്റ്റ് കൊടുക്കും. ഇപ്പൊ എനിക്കൊക്കെ സനൽകുമാർ സാറ് സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട് വായിക്കാനൊക്കെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വഴക്കുന്ന സിനിമ ചെയ്യുന്നതിനേക്കാളും മുമ്പ് വേറൊരു പടമായിരുന്നു എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആ സിനിമ അന്ന് കോവിഡ് സമയത്ത് വലിയ ക്രൗഡഡ് രീതിയിൽ നിൽക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ടാണ് വഴുക്കുന്ന സിനിമയിലേക്ക് അദ്ദേഹം കടക്കുന്നത്. അപ്പൊ ആ സിനിമയുടെ തൊട്ട് മുമ്പുള്ളൊരു സിനിമയുടെ സ്ക്രിപ്റ്റാണ് എനിക്ക് അയച്ചത്. അപ്പോൾ അദ്ദേഹം അത് അയച്ചു തരുമ്പോൾ നീ അത് കംപ്ലീറ്റ് വായിക്കണം, അതെന്താണ് സിനിമ എന്ന് നീ അറിയണം, എന്നിട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ചില ഡയറക്ടേഴ്സ് അങ്ങനെയാണ്. സിനിമയെ കുറിച്ച് ചിലർ ചിലപ്പോൾ കഥ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഒരു സിനിമയുടെ എൻ്റെ പോസ്റ്റർ ഇങ്ങനെ വേണം എന്നുള്ള ധാരണ ഉള്ളവരുണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും സിനിമ എന്നുള്ളത്, അതിന്റെ കഥ എന്താന്നുള്ളത് അത് മൂല്യം ചെയ്തിട്ട് വേണം ഡിസൈനേഴ്സ് സിനിമ ഒരുക്കാൻ. സിനിമ കാണണമെന്നില്ലല്ലോ. സിനിമയെ കുറിച്ച് അറിഞ്ഞിട്ട്, അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. സിനിമ കാണാതെയാണ് ഒരു ഡിസൈനർ ആ സിനിമ ചെയ്യുന്നത്. അത് ഭയങ്കര ചലഞ്ചാണ്. അപ്പൊ ട്രെൻഡിന്റെ പുറകെ പോവാതെ ആ സിനിമയെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം. ഓൾറെഡി നല്ലൊരു ക്രിയേറ്റിവിറ്റി വേണം. പോസ്റ്റർ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തന്നെയാണ്. എന്താ പറയാ, ഒബ്വിയസ്ലി എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു പോസ്റ്റർ ഡിസൈനർ എന്നൊക്കെ പറയുമ്പോ അപ്പൊ എത്രത്തോളം നമ്മള് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കണം അല്ലെ. താങ്ക് യു സർ. ഒരുപാട് നന്ദി സർ, ഞങ്ങളോട് ഇത്ര നേരം സഹകരിച്ചതിനും ഇത്രയും വിശേഷങ്ങള് ഞങ്ങൾ അറിയാത്ത ഈ ജനങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങള് അറിയിച്ചു തന്നതിനും ഒരുപാട് സന്തോഷം. ജനങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്കും സന്തോഷമായി എന്ന് കരുതുന്നു. ഈ വരുന്ന 26-ന് റിലീസ് ചെയ്യാനിരിക്കുന്ന ദേവദൂതൻ എന്ന സിനിമയുടെ ഭാഗവത്തായ ലൈനോഡ് സാറിനും അതുപോലെ മറ്റ് അണിയറ പ്രവർത്തകർക്കും എന്റെയും ഞങ്ങളുടെ എല്ലാ ടീമിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.